ഇപ്പോഴുണ്ട് ചില ചെറുപ്പക്കാര് സുബ്ഹാനല്ലാഹ് മുടി വെച്ചിട്ട് ആ മുടി എപ്പോഴും നെറ്റിമലായിരിക്കും. മുടി നെറ്റീന്റെ മുകളിൽ ഇങ്ങനെ അതിങ്ങനെ ഇടക്കിടക്ക് എന്ത് ചെയ്യുമെന്നറിയോ, അഥവാ നെറ്റീമെന്ന് കേറിപ്പോവോ എന്ന് പേടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ഞാന് കണ്ടതാ, കണ്ണാടിയിൽ നോക്കിയിട്ട് ചില ചെറുപ്പക്കാര് മുടി ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടാക്കിയിട്ട് അവസാനം ഇങ്ങോട്ടൊരാക്കൽ, എന്നിട്ട് ചിലരിങ്ങനെ മുടി ഇങ്ങനെ പറിച്ചിങ്ങിടും, എന്നിട്ട് ഇങ്ങനെ നെറ്റിമേൽ മുടിയാക്കിയിട്ട് ഈ നെറ്റി ആരും കാണാൻ പാടില്ല എന്ന നിലക്ക് ഒരു മുടി വെക്കുന്ന സമ്പ്രദായം ഇപ്പൊ കാണുന്നുണ്ട്. ഈ സദസ്സിൽ അങ്ങനത്തെ ആരെയും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്. സദസ്സിൽ അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആളുകളൊക്കെ വിചാരിക്കും അയാളെ കൊണ്ട് പറഞ്ഞതാണ്. ഇങ്ങനെയൊന്നല്ല, നമ്മൾ ആരെയും വിചാരിച്ചിട്ട് പറയലൊന്നല്ല, നമ്മൾ പറയേണ്ടി അങ്ങ് പറയാം. അതുകൊണ്ട് പറയട്ടെ ചെറുപ്പക്കാരെ, അങ്ങനെ മുടി വെച്ചാൽ നിങ്ങൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് മുടിയുടെ മേലെയാണ് നെറ്റി കുത്തുന്നതെങ്കിൽ സുജൂദ് ബാത്തിലാണ്, നിസ്കാരം ബാത്തിലാണ്. ഇതുപോലെ തലപ്പാവ് ധരിക്കുന്ന മുതഅല്ലിമീങ്ങളും ശ്രദ്ധിക്കണം. വലിയ തലയെക്കെട്ട് കെട്ടി അല്ലെങ്കിൽ ചെറിയ തലയെക്കെട്ട് കെട്ടി നെറ്റി മറച്ചുകൊണ്ട് തലയെക്കെട്ട് കെട്ടിയിട്ട് തലയെക്കെട്ടിന്റെ മേലെ സുജൂദ് ചെയ്താൽ സുജൂദ് ബാത്തിലാണ്. ചിലരെ സ്വഭാവം എന്താണെന്നറിയോ, നെറ്റി മറച്ചിട്ട് തലയെക്കെട്ട് കെട്ടും, സുജൂദ് ചെയ്യാൻ നോക്കുമ്പോ ഇങ്ങനെ ഒന്നങ്ങോട്ട് പൊക്കും, പിന്നെ സുജൂദ് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ താഴ്ത്തും. ഇതൊന്നും നിസ്കാരത്തിൽ എടുക്കേണ്ട പണിയല്ല. നിസ്കാരത്തിൽ അതുപോലെ തന്നെ മുടി ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് സുജൂദ് ചെയ്യും. അതും വിവരമുള്ളവരാണ് ചെയ്യുന്നത്, മുടിയുടെ മേലെ പറ്റൂല എന്നറിഞ്ഞവരാണ്. പക്ഷെ അതും നിസ്കാരത്തിൽ ചെയ്യേണ്ട പണിയല്ല. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുന്ന ചെറുപ്പക്കാരെ, നബിതങ്ങൾ മുടി വളർത്തിയിട്ടുണ്ട്. നിങ്ങൾ മുടി വളർത്തുന്നതിന് കുഴപ്പമില്ല, നബിതങ്ങൾ മുടി കളഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് മുടി കളയുന്നതിനും കുഴപ്പമില്ല, മുടി വെട്ടുന്നതിനും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ചില ആളുകൾ ചില മുടി വെട്ട് തുടങ്ങിയിട്ടുണ്ട്. ബേക്കിൽ ഇങ്ങനെ ഒരു പകുതിയോളം അങ്ങോട്ട് പഠിച്ചു കളയുകയോ വെട്ടിക്കളയുകയോ ചെയ്തിട്ട് ഇവിടെ മാത്രം കുറച്ച് മുടി, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തല്ല, അത് സുന്നത്തിന് വിരുദ്ധമാണ്, ശരിയായ രീതിയല്ല. നമുക്ക് പിന്തുടരാനുള്ള നേതാവ് അതേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ വിവരമുള്ള ഒരു വ്യക്തിയോ സൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയോ നബിതങ്ങളെക്കാൾ മഹത്വമുള്ള ഒരു വ്യക്തിയോ നബിതങ്ങളെക്കാൾ സുഗന്ധമുള്ള ഒരു വ്യക്തിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ അലിവുള്ള വ്യക്തിയോ ദയുള്ള വ്യക്തിയോ നബിതങ്ങളെക്കാൾ നമ്മളെ പ്രിയം വെച്ച ഒരു വ്യക്തിയോ ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബിന്റെ അടിത്തട്ടിൽ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരെ, നബിതങ്ങൾ മുടി വളർത്തിയപ്പോൾ നന്നായി എണ്ണയിട്ട് വാർന്നു വെച്ചിട്ടുണ്ട്. ആ എണ്ണ തലേക്കെട്ടിൽ പുരളാതിരിക്കാൻ വേണ്ടി തലേക്കെട്ടിന്റെയും തലമുടിയുടെയും ഇടയ്ക്ക് ഒരു ചെറിയ സാധനം മറയാക്കി വെച്ചിട്ടുമുണ്ടെന്ന് വരെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അതുകൊണ്ട് അല്ലാഹു തന്നതല്ലേ നമുക്ക് മുടി തീരെ ഇല്ലാതെ കഷണ്ടിയായി നടക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇല്ലേ? മുടി തന്നവൻ പടച്ചവനല്ലേ? നമ്മൾ വിവരമില്ലാത്തവരല്ലേ? വിവരമുണ്ടെന്ന് ഈ പറയുന്ന ഞാൻ വാദിച്ചാൽ
നിങ്ങൾ വാദിച്ചാൽ ഞാൻ ചോദിക്കുന്നു, നിന്റെ തലയിലുള്ള രോമത്തിന്റെ എണ്ണം പറയാൻ കഴിയുമോ? പോകട്ടെ, മീശയിലുള്ള രോമത്തിന്റെ എണ്ണം പറയാൻ കഴിയുമോ? നിന്റെ താടിയിലെ രോമത്തിന്റെ എണ്ണം പറയാൻ കഴിയുമോ? സ്വന്തം ശരീരത്തിലെ രോമത്തിന്റെ എണ്ണം പോലും അറിയാത്ത വിവരമില്ലാത്തവരല്ലേ നാം? നമ്മൾ അഹങ്കരിക്കേണ്ടതില്ലല്ലോ, നമ്മൾ സിനിമാ നടന്മാരെ പിന്തുടരേണ്ടതില്ലല്ലോ, ഈമാനില്ലാത്ത തഖ്വയില്ലാത്ത ജനങ്ങളെ പിന്തുടരേണ്ടതില്ലല്ലോ. നമുക്ക് പിന്തുടരാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലേ? അതുകൊണ്ട് ചെറുപ്പക്കാരെ, മുടി നന്നായി എണ്ണയിട്ട് വാർന്ന് അച്ചടക്കത്തോടെ വെക്കുക. അതിന്റെ മേലെ സുജൂദ് ചെയ്ത് നിസ്കാരം ബാത്തിലാക്കല്ലേ.